സമ്മേളനം ആരംഭിക്കുകയാണ്. ആദ്യമായി അധ്യക്ഷൻ ശ്രീ PB മുകുന്ദകുമാരൻ SRA പ്രസിഡന്റിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഡോക്ടർ പൂജ ബാലസുന്ദരത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി PM മനാഫ്, VB ജബ്ബാർ, RLV മീനു നിമോഷ്, ധന്യ ബിജു എന്നിവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഈശ്വര പ്രാർത്ഥനയ്ക്കായി നാദിയ ഫാത്തിമയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സർവജഗത്തും നിറഞ്ഞിരിക്കുന്നൊരാ സർവചരാചര ചൈതന്യമേ, നിത്യവുമെൻ മനതാരിൽ വിളങ്ങുവാൻ നിത്യനിരാമയ കൈതൊഴുന്നേ, നിത്യനിരാമയ കൈതൊഴുന്നേ. സർവജഗത്തും നിറഞ്ഞിരിക്കുന്നൊരാ സർവചരാചര ചൈതന്യമേ, അജ്ഞാനമെന്നും അകറ്റി നീ എന്നുള്ളിൽ വിജ്ഞാനദീപ്തി തെളിച്ചിടേണം. അജ്ഞാനമെങ്ങും അകറ്റി നീ എന്നുള്ളിൽ വിജ്ഞാനദീപ്തി തെളിച്ചിടേണം. സത്യധർമാദിയിലൂടെ ചലിക്കുവാൻ സത്യസ്വരൂപന കൈതൊഴുന്നേ, സത്യസ്വരൂപ ഞാൻ കൈതൊഴുന്നേ. സർവജഗത്തും നിറഞ്ഞിരിക്കുന്നൊരാ സർവചരാചര ചൈതന്യമേ, നിത്യഭൂമിൻ മനതാരിൽ വിളങ്ങുവാൻ നിത്യനിരാമയ കൈതൊഴുന്നേ, നിത്യനിരാമയ കൈതൊഴുന്നേ. ആദ്യമായി നമ്മുടെ മുഖ്യ അധ്യക്ഷൻ SRA പ്രസിഡന്റുമായ ജനവേദി പത്രാധിപയുമായ ശ്രീ PB മുകുന്ദകുമാരനെ സവിനയം സ്വാഗതം ചെയ്യുന്നു. ഈ ലൈറ്റുകളൊന്ന് അല്പം കുറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ ഒന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. അല്പം ഡിമ്മ് ചെയ്യോ? അല്പം ഡിമ്മ് ചെയ്യുക, അല്ലെങ്കിൽ സദസ്സിൽ വേദിയിലിരിക്കുന്നവർക്ക് സദസ്സിലുള്ളവരെ നോക്കി സംസാരിക്കാൻ പറ്റില്ല. ഇത് മതി. ഇന്ന് മഹത്തായ മാതൃദിനമാണ്. പ്രിയപ്പെട്ട എല്ലാ അമ്മമാർക്കും രാഗലയുടെയും എൻ്റെയും പ്രണാമം അർപ്പിക്കുന്നു. നമ്മുടെ ഈ സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുന്നതിനായി ദേവിക ES ക്ഷണിച്ചോളൂ. മാന്യ സദസ്സിന് വന്ദനം.
ജഗദീശ്വരന്റെ അനുഗ്രഹത്താൽ കഴിഞ്ഞ 7 വർഷക്കാലമായി വിജയപൂർവ്വം പ്രവർത്തിച്ചു വരുന്ന രാഗലയ സംഗീത നൃത്ത വിദ്യാലയത്തിലെ ഈ വർഷത്തെ വാർഷികാഘോഷവും അരങ്ങേറ്റവും ആഘോഷിക്കുന്ന ഈ ധന്യമുഹൂർത്തത്തിൽ ഏറ്റവും സമുചിതവും വിപുലവുമായ രീതിയിൽ കൊണ്ടാടുന്നതിന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ കർത്തവ്യം. തൻ്റെ ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ സംഗീത നൃത്ത വിദ്യാലയത്തിൻ്റെ വാർഷികാഘോഷത്തിൽ മുഖ്യ അതിഥിയും ഉദ്ഘാടകയും മഹാരാജാസ് കോളേജിലെ വൈസ് പ്രിൻസിപ്പളും ആയ ഡോക്ടർ പൂജ ബാലസുന്ദരം, ഗവൺമെൻറ് കോളേജ് ചിറ്റൂരിൽ നിന്നും PGയും UGയും, സംഗീതത്തിൽ കേരളത്തിലെ ആദ്യത്തെ UGC ഹോൾഡർ, കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടർ B പുഷ്പയുടെ നിർദ്ദേശപ്രകാരം PhD, FIV 1993 പ്രകാരം ചിറ്റൂർ ഗവൺമെൻറ് കോളേജിൽ ആദ്യ നിയമനം, കരാർ അടിസ്ഥാനത്തിൽ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ RLV കോളേജ് തൃപ്പൂണിത്തുറയിൽ ജോലി ചെയ്തു. PSCയിൽ ഗവൺമെൻറ് ജോലി ചിറ്റൂർ. 2007 മുതൽ മഹാരാജാസ് കോളേജിൽ പ്രവർത്തിച്ചു വരുന്നു. 2018 ഉയർന്ന പോസ്റ്റ് നിയമനം. ഇപ്പോൾ മഹാരാജാസ് കോളേജിൽ വൈസ് പ്രിൻസിപ്പൽ. സംഗീതത്തിലും സാഹിത്യത്തിലും നിരവധി ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒരു എഴുത്തുകാരിയും പൊതുപ്രഭാഷകയും കവിയുമാണ്. 3 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2 കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരണത്തിലാണ്. ഡോക്ടർ പൂജ ബാലസുന്ദരത്തെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ മുഖ്യ അധ്യക്ഷൻ SRA പ്രസിഡന്റും ജനവേദി പത്രാധിപനുമായ ശ്രീ PB മുകുന്ദകുമാറിനെ സവിനയം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ആശംസകൾ അർപ്പിക്കാൻ എത്തിച്ചേർന്ന നമ്മൾക്കെല്ലാവർക്കും പ്രിയങ്കരനായ ആലങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് PM മനാഫ് അവരുകളെ സവിനയം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമുക്കെല്ലാം സുപരിചിതനായ ആലങ്ങാട് പഞ്ചായത്ത് വാർഡ് മെമ്പർ VB ജബ്ബാറിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ സംഗീത നൃത്ത വിദ്യാലയത്തിൻ്റെ സമ്പൂർണ്ണപൂർവമായ വളർച്ചയിലേക്ക് നേതൃത്വം കൊടുക്കുന്ന സാരഥികളായ ശ്രീമതി ധന്യ ടീച്ചർക്കും ശ്രീമതി മീനു ടീച്ചർക്കും സദർശം സ്വാഗതം ചെയ്യുന്നു. ഈ വിദ്യാലയത്തിൻ്റെ കാര്യക്ഷമമായ നടത്തിപ്പിന് എല്ലാവിധ സഹായവും നൽകി വരുന്ന എല്ലാ രക്ഷിതാക്കളെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ വിദ്യാലയത്തിൻ്റെ ജീവനായികളായ എല്ലാ വിദ്യാർത്ഥികളെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഇനി ഈ വേദിയിൽ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ വേദിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം എൻ്റെ സ്വാഗത പ്രസംഗം ഇവിടെ ഉപസംഹരിക്കുന്നു. നന്ദി. ഇനി അധ്യക്ഷ പ്രസംഗമാണ്. അത് ഞാൻ നീട്ടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എത്രയോ മണിക്കൂറുകളായിട്ട് നമ്മുടെ കൊച്ചു കലാകാരികളും കലാകാരന്മാരും മേക്കപ്പ് അണിഞ്ഞ് അവിടെ നിൽക്കുവാണ്. അവരെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിക്കരുത്. അവരുടെ മാതാപിതാക്കന്മാരെ അങ്ങേയറ്റം ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം എന്താണെന്ന്, കാലം വളരെ മോശമാണ്. ചെറുപ്പക്കാരെ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും പേപ്പറും മാധ്യമങ്ങളെല്ലാം നമ്മൾ വായിച്ചറിഞ്ഞാൽ കാണാവുന്ന വളരെയധികം മോശമായ സംഗതികളാണ്. പക്ഷേ നമ്മുടെ ശ്രീമതി ധന്യ ബിജുവിനെ പോലെയുള്ള നല്ല സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഒരു വിഭാഗം കുഞ്ഞുങ്ങളെ നേർവഴിക്ക്, സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും നേർവഴിക്ക് നടത്താൻ സാധിക്കൂ. അവരുടെ ശ്രദ്ധ മുഴുവനും സംഗീതത്തിലും അതേപോലെ നൃത്തത്തിലുമായതുകൊണ്ട് നമ്മുടെ സംസ്കാരത്തെ സംശുദ്ധീകരിക്കുന്നതിനൊക്കെ സാധിക്കും. ആ പ്രസ്ഥാനം, രാഗലയ പ്രസ്ഥാനം ഞങ്ങളുടെ അസോസിയേഷൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നതാണ്. മാത്രമല്ല ആലങ്ങാട് പഞ്ചായത്തിൻ്റെ അഭിമാനമായ ഒരു സ്ഥാപനമാണ്. അതിന് അങ്ങേയറ്റം പിന്തുണ നൽകുന്ന മാതാപിതാക്കൾ, ആ കുഞ്ഞുങ്ങൾ, അവരുടെ അച്ചടക്കവും അവരുടെ എന്താ പറയുക, അത്രയും കൃത്യമായിട്ടുള്ള രീതിയിലുള്ള പരിചരണവും ഒക്കെ ആ സ്ഥാപനത്തിനും കുട്ടികൾക്കൊക്കെ ലഭിക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ തുടർന്നുകൊണ്ട് നല്ല രീതിയിൽ, വളരെ വലിയ രീതിയിൽ തന്നെ ഒരു വളർച്ച
കണ്ടെത്താൻ സാധിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് രാഗലയ മ്യൂസിക് ആൻഡ് ഡാൻസ് വളരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇവിടെ നമുക്ക് മുഖ്യാതിഥിയായിട്ട് കിട്ടിയിരിക്കുന്നത് വളരെ നമ്മളെ സംബന്ധിച്ചിട്ട് ഏറ്റവും സന്തോഷകരമാണ്. ഡോക്ടർ പൂജ ബാലസുന്ദരം. ഇതിലേറ്റവും ഇരട്ടി മധുരം എന്ന് പറയുന്നത് ധന്യ ബിജുവിൻ്റെ ഗുരുനാഥൻ കൂടിയാണ്, അല്ലേ? അതെ. ഒരു തൃപ്പൂണിത്തുറയാണ് താമസിക്കുന്നത്. ഒരുപാട് പ്രശസ്തമായ കോളേജുകളിലൊക്കെ അവർ അധ്യാപനമൊക്കെ നടത്തിയിട്ടുണ്ട്. മ്യൂസിക്കിലാണ് PG ചെയ്തിരിക്കുന്നത്. ഇനിയും റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അരയും തലയും മുറുക്കി സംഗീത ലോകത്തേക്ക് കടക്കുമെന്നാണ്. ഇപ്പോൾ റെസ്ട്രിക്ഷൻ ഉണ്ട്. ഗവൺമെൻറ് കോളേജിൽ വൈസ് പ്രിൻസിപ്പാൾ എന്ന് വെച്ചാൽ വലിയ ഒരു സ്ഥാനമാണ്. അപ്പോൾ അവിടെയുള്ള പ്രൈവറ്റ് കാര്യങ്ങളിൽ ഇത്തരത്തിലൊന്നും ഇൻസ്റ്റിറ്റ്യൂഷനൊന്നും നടത്താനുള്ള അനുവാദമില്ല. പക്ഷേ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ സംഗീതത്തെ സേവിക്കാനൊക്കെ അവർക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പിന്നെ നമ്മളുടെ പ്രിയങ്കരനായ പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങളൊരു യോഗം കഴിഞ്ഞ് വരുവാണ്. പാനായിക്കുളത്തേക്ക് വരികയാണെങ്കിലും എത്തും. അദ്ദേഹത്തിൻ്റെ കാലതാമസം ഇവിടെ അറിയിക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ഈ വാർഡിൻ്റെ മെമ്പറാണ് VB ജബാർ. അദ്ദേഹം ഈ നാടിൻ്റെ അഭിമാനമാണ്. എൻ്റെ കൊച്ചച്ഛനാണ് ഇവിടെ ആലങ്ങാട് പഞ്ചായത്തിൽ 36 വർഷം കണ്ടിന്യൂസ് ആയിട്ട് പഞ്ചായത്ത് മെമ്പറായിട്ട് ചെയ്തത്. ആ റെക്കോർഡ് അടുത്ത ഒരു 3-4 മാസം കഴിയുമ്പോൾ ആ റെക്കോർഡ് ഭേദിക്കും ജബാർ. 37-ാം വർഷമാണ് മെമ്പറായിട്ട്. ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങളോട് ഇടപഴകി ഒരുപാട് സൗഹാർദ്ദം നമുക്കൊക്കെ തരുന്ന ഒരു മെമ്പറാണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിൽ പങ്കെടുത്തതിൽ വലിയ സന്തോഷമുണ്ട്. പിന്നെ RLB മിനു ന്യൂവേഴ്സ്, RLB കോളേജിൽ മ്യൂസിക് കോളേജിൽ പഠിച്ചതാണ്. മിനുവിനെ അറിയില്ല, പക്ഷേ മിനുവിൻ്റെ പ്രായം എന്താണെന്നുള്ള 34 വർഷം മുമ്പ് RLB കോളേജിൻ്റെ ഡെവലപ്മെൻറ്റ് കമ്മിറ്റിയിൽ സെക്രട്ടറി ആയിരുന്നു ഞാൻ. നമ്മുടെ സിനിമയിലും സീരിയലിലും ഒക്കെ അഭിനയിക്കുന്ന ഗോമതി മഹാദേവൻ ജോയിന്റ് സെക്രട്ടറിയും അവിടുത്തെ ഒരു പ്രശസ്തനായ ഒരു വ്യവസായിയും ഒരു പ്രമാണിയായിരുന്നു ചന്ദ്രഹാസ് സാർ. അദ്ദേഹം പ്രസിഡൻ്റായിട്ട് അന്ന് കോളേജ് RLB കോളേജ് വളരെ ബുദ്ധിമുട്ടും ഒക്കെ അരിഷ്ടത ഉള്ളൊരു കാലാവസ്ഥയായിരുന്നു. അപ്പോൾ അന്ന് അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മളൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. യേശുദാസാണ് അതിന് നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസാണ് അതിന് സാമ്പത്തിക സഹായം തന്ന ഈ നിലയിലൊക്കെ ആക്കാനൊക്കെ ഒരു സഹായകരമായ നിലപാടെടുത്തത്. അപ്പോൾ RLB മിനുവിനും വളരെ സ്നേഹപൂർവ്വം നമ്മൾ ഓർമ്മപ്പെടുകയാണ്. പിന്നെ നന്ദി പറയുന്ന ധന്യ ബിജുവാണ്. ധന്യമാക്കിയ ഒരു വേദിയാണിത്. ഇത്രയും ഡെഡിക്കേറ്റ് ആയിട്ടുള്ളൊരു കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. വളരെ സത്യസന്ധ, സ്വഭാവത്തിലും അതെ, പ്രവർത്തനത്തിലും അതെ, എല്ലാ ജീവിതശൈലിയിലും ഒക്കെ വളരെ മാന്യമായിട്ട് സുസ്മേരവദനായിട്ടൊക്കെ പെരുമാറി ഇത്രയും നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെയൊക്കെ പരിപാലിച്ച്, അതായത് അറിയാവുന്ന വിദ്യ അവർക്ക് പകർത്തി കൊടുക്കുക. അതുപോലെ തന്നെ ഡാൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും സ്വന്തം വീട് ഒരു കലാലയമാക്കി മാറ്റിയ ധന്യ ആണ്. അഭിവൃദ്ധികരമായ ഒരു മേഖലയിലേക്ക് ഈ സ്ഥാപനം വളരട്ടെ എന്ന് ആശംസിക്കുന്നു. അത് ഇവരെല്ലാമാണ്, ഞാൻ നീട്ടുന്നില്ല. ഇനി ഉദ്ഘാടനം ആണ് ഡോക്ടർ പൂജ ബാലസുന്ദരം ആണ്. അത് മഹദിയെ മറ്റുള്ളവരെയും ഉദ്ഘാടനത്തിനായി ക്ഷണിച്ചോളും.
ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി ഡോക്ടർ പൂജ ബാലചന്ദ്രത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദരണീയനായ അധ്യക്ഷൻ ശ്രീ PB മുകുന്ദകുമാർ, ആശംസകൾ അർപ്പിക്കാൻ എത്തിയിരിക്കുന്ന ശ്രീ PM മന, ശ്രീ VG ജബ്ബാർ, RLV മീനു നിമേഷ്, ധന്യ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, ഏറ്റവും ധന്യമായ ഒരു മുഹൂർത്തമാണിത് എന്ന് പറയാം. രാഗലയ സ്കൂൾ ഓഫ് മ്യൂസിക് ആൻഡ് ഡാൻസിൻ്റെ 7ാമത് വാർഷികമാണ്. ഈ ദിവസം വളരെ ഒരു വിശേഷപ്പെട്ട ദിവസമാണ്. ഒന്ന് മാതൃദിനമാണ് എന്ന് ശ്രീ നന്ദകുമാർ സാർ പറഞ്ഞു. ഇന്ന് അതുകൂടാതെ മറ്റ് 2 വിശേഷങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, ഇന്ന് ശ്രീശങ്കര ജയന്തിയാണ്. മറ്റൊന്ന്, കേരളത്തിൽ സംഗീതത്തിൽ ഏറ്റവും ആദ്യമായി ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ കവിയൂർ രേവർമ്മയുടെ ഓർമ്മ ദിനം കൂടിയാണിന്ന്. പുതിയ ഈ കാലഘട്ടത്തിൽ സംഗീതം, കലകൾക്കെല്ലാം തന്നെ നവമാധ്യമങ്ങളിലൂടെ വളരെയധികം വളർച്ച നേടിയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലും കുട്ടികളെ സംഗീതവും നൃത്തവും ഒക്കെ അഭ്യസിപ്പിക്കാൻ നിങ്ങളേവരും മുതിരുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എൻ്റെ കുട്ടി ഡോക്ടറാവട്ടെ, എൻജിനീയർ ആവട്ടെ എന്നെല്ലാം മാത്രം വിചാരിക്കാതെ കലോപാസകരാകാൻ കൂടി കുട്ടികളെ ശീലിപ്പിക്കുന്ന, നമ്മുടെ സംസ്കാരവും പൈതൃകവും ശീലിപ്പിക്കുന്ന ഈ ഒരു രീതി ഏറ്റവും നല്ല ഒരു കാര്യമാണ്. എല്ലാ മാതാപിതാക്കളെയും ഞാൻ അതിൽ അഭിനന്ദിക്കുകയാണ്. കാരണം ഇത്തരം ലളിത കലകൾ അഭ്യസിക്കുന്നതിലൂടെ കുട്ടികൾക്ക് ഭാവിയിൽ അവരുടെ മറ്റ് വിദ്യാഭ്യാസ മേഖലയിൽ തീർച്ചയായിട്ടും ഉയരാനാണ് സാധിക്കുക. ഇന്ന് സമയം വളരെയധികം വൈകിയിരിക്കുകയാണ്. കുട്ടികൾ ധാരാളം പേർ നൃത്തം ചെയ്യുന്നതിനായിട്ട് വേഷവിധാനങ്ങളോടെ ഇരിക്കുകയാണ്. ഞാൻ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഇതിന് ധാരാളം ഉന്നതികളും ഉയർച്ചയും ഇനിയും ഉണ്ടാവട്ടെ. ധന്യ എൻ്റെ വിദ്യാർത്ഥിനിയായിരുന്നു. കാലടി ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ വിദ്യാർത്ഥിനിയായിരുന്നു. ഒരുപാട് വർഷങ്ങളുടെ പരിചയമാണ് ധന്യയോടുള്ളത്. ഈ നൃത്ത വിദ്യാലയത്തിന് വലിയ അഭ്യുന്നതി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. നന്ദി. അടുത്തതായി ആശംസ അർപ്പിക്കുന്നതിനായി നമ്മുടെ വാർഡ് മെമ്പർ VB ജബ്ബാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനിയായ ശ്രീ PB മുകുന്ദകുമാർ, ഇവിടെ ഈ സദസ്സിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഡോക്ടർ ബാലസുന്ദരം, അതുപോലെ അധ്യക്ഷതയിലുള്ള മറ്റ് കലാകാരികളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സുഹൃത്തുക്കളെ, രാഗലയ വിദ്യാലയത്തിൻ്റെ വാർഷികാഘോഷ പരിപാടികളാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത്. ഈ വിദ്യാലയത്തോടനുബന്ധിച്ച് നൃത്തം അഭ്യസിക്കുന്ന നിരവധി ആളുകളുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിൽ സാമൂഹ്യ രംഗത്തും കലാരംഗത്തും വളർന്നു വരേണ്ട ഒട്ടേറെ പ്രതിഭകളുണ്ട്. ആ വളർന്നു വരുന്ന പ്രതിഭകൾക്ക് ആവശ്യം വേണ്ടുന്ന പ്രോത്സാഹനം നൽകാനും
അവരെ നല്ല രീതിയിൽ നയിക്കാനും അവസരങ്ങൾ വളരെ കുറവാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള വിദ്യാലയങ്ങൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കൊരു ആശ്രയമാണ്. അപ്പം നിരവധി രക്ഷകർത്താക്കൾ തങ്ങളുടെ കുട്ടികളെ നൃത്തം അഭ്യസിക്കാൻ വേണ്ടി എത്രയോ ആയിരങ്ങൾ ചെലവഴിച്ചാണ് മത്സരരംഗത്ത് വരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ സംസ്ഥാന യുവജനോത്സവത്തിലും കോളേജ് യൂണിയൻ യുവജനോത്സവത്തിലെല്ലാം തന്നെ രക്ഷകർത്താക്കൾ ഇവർക്ക് വേണ്ടി നടത്തുന്ന അധ്വാനം, അതിൻ്റെ പരിശ്രമം വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. നമ്മുടെ സ്കൂളിൽ അതുപോലെ തന്നെ നൃത്ത വിദ്യാലയങ്ങളിലെല്ലാം പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് തുടർന്ന് അങ്ങ് നിലനിർത്തിക്കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. നമുക്ക് പല രംഗത്തും അറിയാം, എത്രയോ പ്രതിഭകളാണ് വിദ്യാലയങ്ങളിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നത്. അവർ വിദ്യാലയങ്ങളിൽ ഫസ്റ്റ് കിട്ടുന്ന ആളുകളുണ്ട്, യുവജനോത്സവത്തിൽ ഫസ്റ്റ് കിട്ടുന്ന ആളുകളുണ്ട്. പക്ഷെ അവരെല്ലാം പിന്നീട് കാലയവനിലേക്ക് പിന്നിൽ മറിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. അവർക്ക് ആവശ്യം വേണ്ട പരിശീലനമില്ല, പ്രോത്സാഹനമില്ല, പരിരക്ഷണമില്ല. അപ്പം എന്ത് വിദ്യാഭ്യാസം വന്നാലും എന്ത് കല വന്നാലും അതിനാവശ്യമായ സംരക്ഷണം ആവശ്യം. പ്രോത്സാഹിപ്പിക്കാൻ ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രതിഭാധനന്മാരായ ആളുകളെ വളർത്തിയെടുക്കാൻ കഴിയും. അപ്പം അതിന് തീർച്ചയായിട്ടും ഇപ്പോൾ 1-2 വർഷമായി ഇവിടെ പ്രവർത്തിക്കുന്ന ഈ വിദ്യാലയത്തിൽ കഴിയുമെന്നുള്ള ഒരു കാര്യം ഞാനിവിടെ നേരത്തെ വന്ന് പോകുന്നവിടെ. അപ്പം നിരവധി ആളുകൾ രക്ഷകർത്താക്കൾ കുട്ടികളായിട്ട് വരുന്നുണ്ട്. അപ്പം അവർക്ക് ഇതിനകത്ത് പ്രത്യേക താല്പര്യമുണ്ട്. അപ്പം ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിച്ചാൽ വരും കാലങ്ങളിൽ ഈ രംഗത്ത് പ്രതിഭാശാലികളായ ആളുകൾ വളർത്തിയെടുക്കാൻ കഴിയും, പ്രോത്സാഹനം നൽകാൻ നമുക്ക് കഴിയും. അതിന് തീർച്ചയായിട്ടും അണിനിരുന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സമീപഭാവിയിൽ അവർക്കെല്ലാം വളരെ നല്ല രീതിയിൽ ഫലം കിട്ടട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാനിത് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അടുത്തതായി ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി നൃത്ത അധ്യാപിക RLV മീനു നിമോഷിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, രാഗലയ സംഗീത നൃത്ത വിദ്യാലയത്തിൻ്റെ 7ാമത് വാർഷികവും അരങ്ങേറ്റവും ഭംഗിയായി തീരുവാനുള്ള എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി സംഗീത നൃത്ത അരങ്ങേറ്റ കുട്ടികൾക്കുള്ള മൊമെന്റോ വിതരണമാണ്. അതിനായി അരങ്ങേറ്റ കുട്ടികളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മുഖ്യാതിഥി ഡോക്ടർക്ക് നമ്മൾ രാഗലയുടെ മൊമെൻ്റവും പൊന്നാടയും നൽകി ആദരിക്കുകയാണ്. എല്ലാവരും സ്നേഹപൂർവ്വം എണീറ്റ് എന്ന് കൈയടിക്കണം കേട്ടോ. അവരൊരു അധ്യാപികയാണ്, നമ്മുടെ ഡയറക്ടറുടെ ഗുരുനാഥയാണ്. അപ്പോൾ അതിന് സ്നേഹപൂർവ്വം ഡോക്ടറെ ക്ഷണിച്ചോളൂ. ഗുണശീല ദയാലവാലമ ഫലയ സാമജവർഗമന കാമനി ഗമജ സുധാമയ ഗാന വിചക്ഷണ ഗുണശീല ദയാലവാലമ ഫലയ സാമജവർഗമന സാമജവർഗമന സാധു सामजवर्गमन
നമ്മുടെ ഈ സമ്മേളനത്തിന് നന്ദി അർപ്പിക്കാനായി ശ്രീമതി ധന്യ ബിജുവിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കുട്ടികൾക്കുള്ള മൊമെന്റോ കൂടി കൊടുത്തതിന് ശേഷം നന്ദി അർപ്പിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ കുട്ടികളുടെ പേര് വിളിക്കുമ്പോൾ ഓരോരുത്തരും സ്റ്റേജിന്റെ അടുത്തേക്ക് വരണം കേട്ടോ. ആദ്യമായി സൂര്യ കൃഷ്ണ, സ്വീകൃത യാദവ കുലമുരളി സ്വീകൃത യാദവ കുലമുരളി. മൊമെന്റോ കൊടുക്കുന്നതിനായി പൂജ ബാലസുന്ദരത്തെ ക്ഷണിക്കുന്നു. യാദവ കുലമുരളി വദന വിനോദ മോഹനകര ത്യാഗരാജവരണീയ. അടുത്തതായി ആദിത് PJ, സ്വീകൃത യാദവ കുലമുരളി വദന വിനോദ മോഹനകര ത്യാഗരാജവരണീയ. ശ്രീബാല ബിജു, കാലതീത വിഖ്യാത അനിത ആന്റണി, തനി ധനി മഗ സഗനി സാമജവര ഗമന ആശ രവീന്ദ്രൻ. മഗ മഗ സഗനി സഗ സാമജ. അടുത്തതായി മീനാക്ഷി SS, സാനി ധനി സഗ സഗ സമഗ സഗനി ധനി മദനി സാമജവര. സനി സാ ധനി ഗ ധനി ധ മദ ഗ മദനി സാ സമഗ സനി സാ ധമഗ ദീക്ഷ ശങ്കർ, ധനി ര ധനി മദ ധനി ധ ഗ ധനി 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 ധ മദ മമ ധമ ധനി ധ മദ നി ധനി ധനി സഗ സഗ ഗ ധ ധ മ ഗ ഗ നി നി ധ ധ മ സ ധനി നി ധ ധ സ മദ വര ഗ മ സാധു രേ താര സദ പല കലതീത വിഖ്യാത സാമദ വര കമല സാമദ വര. പ്രകാശിപ്പിക്കുന്നതിനായി ശ്രീമതി ധന്യ ബിജുവിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിൽ സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്നിവിടെ നിൽക്കാൻ സാധിച്ചതിൽ സർവേശ്വരനോടും എൻ്റെ മാതാപിതാക്കളോടും എൻ്റെ ഗുരുക്കന്മാരോടുമുള്ള നന്ദി ഞാൻ പറയുകയാണ് ആദ്യമായിട്ട്. പിന്നെ എൻ്റെ ടീച്ചർ, എന്നെ കോളേജിൽ ആദ്യമായിട്ട് ചെന്നപ്പോൾ പഠിപ്പിച്ച ടീച്ചറാണ് പൂജ ടീച്ചർ. പൂജ ടീച്ചറിനെ ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചതിൽ ഞാൻ വളരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ തന്നെ, ഹൃദയത്തോട് ചേർത്ത് നിർത്തി തന്നെ ടീച്ചറിനോടുള്ള നന്ദി പറയുകയാണ്. അതുപോലെ നമ്മുടെ അധ്യക്ഷ പദവി അലങ്കരിച്ച PB മുകുന്ദകുമാർ ചേട്ടൻ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര പോസിറ്റീവായിട്ട് നമുക്ക് വേണ്ടിയിട്ട് എന്ത് കാര്യം ചെയ്തു തരാനും എല്ലാത്തിനും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ചേട്ടനാണ്. ആ ചേട്ടന് ഞാൻ നന്ദി പറയുകയാണ്. പിന്നെ നമ്മുടെ വാർഡ് മെമ്പർ ജബ്ബാർ, അദ്ദേഹത്തിനും നന്ദി പറയുകയാണ്. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റിന് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല, അദ്ദേഹത്തിനെയും ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. പിന്നെ നമ്മുടെ നൃത്ത അധ്യാപിക മീനു ടീച്ചറാണ് നമ്മുടെ എന്താ പറയുക, സ്കൂളിൻ്റെ ഒരു എന്നെക്കാളും നന്നായിട്ട് എൻ്റെ സ്കൂളിൻ്റെ നെടുന്തൂണായിട്ട് നിൽക്കുന്നത്. ടീച്ചർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുകയാണ്. അതേപോലെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ആളുകൾക്കും, പാരൻസ്, കുട്ടികളില്ലെങ്കിൽ നമുക്കിത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല. അതിന് പാരൻസിൻ്റെ സഹായവും എല്ലാം നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെ ഉള്ള പാരൻസിനും കുട്ടികൾക്കും പിന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി പറയുകയാണ്. പിന്നെ
സുഹൃത്തുക്കൾ എല്ലാവർക്കുമുള്ള നന്ദിയോടെ അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. നമ്മളുടെ പൊതു സമ്മേളനം സമാപിക്കുകയാണ്. ഇനി ഏറ്റവും നല്ല കാര്യങ്ങളിലേക്കൊക്കെ കടക്കുവാണ്. നമ്മൾ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന കുഞ്ഞുമക്കളുടെ ഡാൻസ് തുടങ്ങുകയാണ്. എല്ലാവരും അതും കൂടി ആസ്വദിച്ചിട്ടേ പോകാവുള്ളൂ. ആരും വേദി വിട്ടു പോകരുത് കേട്ടോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.